മലപ്പുറത്ത് 9 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത തെരുവു നായ്ക്കൾ. പെരിന്തൽമണ്ണ പാതായിക്കരയിൽ രാത്രി റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിക്ക് നേരെയാണ് ഈ തെരുവു നായ്ക്കൾ പാഞ്ഞെടുത്തത്. കുട്ടി വാഹന തിരക്കുള്ള റോഡിലേക്ക് ഓടാത്തതുകൊണ്ടാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ആദ്യം ആ നിർണായക ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ആ കുഞ്ഞ് ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നും. കാരണം ഒരു ഭാഗത്ത് വാഹനങ്ങളെ മറുഭാഗത്ത് കടിച്ചു കീറാൻ നിൽക്കുന്ന തെരുവു നായ്ക്കൾ. ഇതിനിടയിൽ ശബ്ദം കേട്ട് ഓടി വന്ന നാട്ടുകാരാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ കുഞ്ഞിനെ രക്ഷിച്ചെടുത്തത്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു സംഭവം? കൃഷ്ണരാജ്, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാതായിക്കരയിലെ നഗരത്തിലൂടെ ഈ കുഞ്ഞും ആ കുഞ്ഞിന്റെ അമ്മയും സഹോദരനും നടന്നു പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് 9 വയസ്സുകാരനായ ഈ കുട്ടി മുൻപിലായിരുന്നു നടന്നിരുന്നത്. ഒരു കടയുടെ മുൻവശത്തേക്ക് എത്തിയപ്പോൾ ആ കടയുടെ മുന്നിൽ ഉണ്ടായിരുന്ന തെരുവുനായ്ക്കൾ ഈ കുട്ടിയുടെ നേരെ കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. ഭാഗ്യത്തിനുമാണ് ആ കുട്ടി റോഡിലേക്ക് ഓടാതെ ഇരുന്നത്. കാരണം റോഡിൽ നിറയെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ കുഞ്ഞ് അവിടെ തന്നെ നിന്നതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടം ഇല്ലാതിരുന്നത്. തെരുവുനായ്ക്കളുടെ കടി കൊള്ളാതെ രക്ഷപ്പെടുകയും ചെയ്തു. കാരണം ആ സമീപത്ത് തന്നെയുള്ള ആളുകൾ അപ്പോഴേക്കും ഓടി വന്ന് ആ തെരുവുനായ്ക്കളെ ഓടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തെരുവുനായ്ക്കളുടെ കടി കൊള്ളാതെയും അതോടൊപ്പം തന്നെ റോഡിലേക്ക് ഓടാതെ ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്നുള്ളത് വളരെ ഭാഗ്യം കൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷപ്പെട്ടതാണ്. കാരണം തെരുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ട്. ദിവസേന എന്നോണം പല കുഞ്ഞുങ്ങൾക്കടക്കം കടിയേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ട്. പക്ഷേ എന്നിട്ടും കൃത്യമായി ഇതിനെതിരെ തെരുവുനായ്ക്കളുടെ നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ തെരുവുനായ്ക്കളെ നശിപ്പിക്കുന്നതിനോ വേണ്ടി ഒരു നടപടിയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന വ്യാപകമായ ഒരു പരാതിയുണ്ട്. ഇങ്ങനെ പരാതി ഉയരുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ ഒരു ശല്യം പല ഇടങ്ങളിലും രൂക്ഷമായി തന്നെ തുടരുകയാണ്. അശ്വതി, കൃഷ്ണരാജ്, ഏതായാലും പേടിപ്പിക്കുന്ന ദൃശ്യമാണ്. ആ കുട്ടി തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ഓടിച്ചെല്ലുമ്പോൾ പിന്നിലേക്ക് ഓടിയിരുന്നുവെങ്കിൽ വാഹനങ്ങൾ തുരിതരാ പോകുന്ന സമയമാണ്. മാത്രമല്ല രാത്രിയുമാണ്. പക്ഷേ ഏതോ ഒരാൾ വന്ന് നായ്ക്കളെ ദൂരേക്ക് ആട്ടിപ്പായിക്കുന്ന നമ്മൾ കണ്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.